നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ചേലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ഉത്സവ സീസണോടനുബന്ധിച്ച് ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പത്താഴക്കാട് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. മൂവപ്പാടം പത്താഴപ്പുരയ്ക്കൽ ഷാജിയുടെ മകൻ സിദാനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുട്ടി ബക്കറ്റിൽ വീണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30 ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ഇരിങ്ങാലക്കുട ചേലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിലെ നടപ്പുരയിലെയും കാവിലെയും ശിവപാർവതി ക്ഷേത്രത്തിന് മുന്നിലെയും ഭണ്ഡാരങ്ങളാണ് പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷ്ടാവ് ക്ഷേത്രത്തിൽ എത്തുന്നതും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച മുൻപാണ് ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത്. ഏകദേശം 4000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ കണക്കാക്കുന്നത്. പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവ സീസണോടനുബന്ധിച്ച് ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ തൃക്കൂർ മതിക്കുന്ന ഫ്ളാറ്റ് റോഡ് പ്രദേശത്ത് കോടായി ഇടതുകര കനാലിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊന്തക്കാടിനുള്ളിലാണ് ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ 200 ലിറ്റർ വാഷ് കണ്ടെത്തിയത്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബു PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചന്ദ്രൻ CK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഹേഷ് KU, ശോഭിത് OB, ഡ്രൈവർ സുധീർ KK എന്നിവരാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഉടനെ പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2:30 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ അകലെയാണ് അപകടം നടന്നത്. കണ്ണൂർ സ്വദേശിയെന്ന് കരുതുന്ന 25 വയസ്സുള്ള വിനായകൻ എന്ന യുവാവിനാണ് പരിക്കേറ്റത്. റെയിൽവേ പോയിന്റ്സ്മാൻ രാഹുൽ ശബ്ദം കേട്ട് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപകടത്തിൽ യുവാവിന്റെ ഇടതുകൈ തോളിന് താഴെ വെച്ച് അറ്റുപോയിരുന്നു. കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ 108 ആംബുലൻസ് വിളിച്ചുവരുത്തി യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സ്ഥലത്ത് യുവാവിന്റെ അറ്റുപോയ കൈ കണ്ടെത്താൻ വടക്കാഞ്ചേരി പോലീസും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ കൈ കണ്ടെത്തുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 155 രൂപ കൂടി ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ചേലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ഉത്സവ സീസണോടനുബന്ധിച്ച് ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 9:30, 10:30, 11:30, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.